ഒരു പാതിരാത്രിയിൽ 1500 പ്രധാനമന്ത്രി നിരോധിച്ചപ്പോ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ 10,000 തരാം 7,000 തിരിച്ചു മതി എന്ന് പറയേണ്ട അവസ്ഥയിൽ പണം നമുക്ക് വിലയില്ലാതാവുമ്പോ എന്റെ പൊന്നു സഹോദരങ്ങള് ഇതേവരം മനസ്സിൽ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാ 1,000-ഉം 500-ഉം ഒക്കെ ആർക്കും വേണ്ട. ഇത് സഹകരണ ബാങ്കിൽ വേണ്ട, ബേക്കറിയിൽ വേണ്ട, പലചരക്ക് കടയിൽ വേണ്ട, മീൻകടയിൽ വേണ്ട, കോഴിക്കച്ചവടക്കാരന് വേണ്ട നിന്റെ 1000-ന്റെ നോട്ട്. ഞാനിന്ന് ഇങ്ങോട്ട് വരുന്നവിടെ ഒരു ബേക്കറിയിൽ കയറി, അവിടെ കയറിയിട്ട് കുറെ സാധനവും മിഠായിയൊക്കെ വാങ്ങിച്ചു. 1000-ന്റെ 3 നോട്ട് പടപടാ തിളങ്ങുന്ന 1000-ന്റെ 3 നോട്ട് കൊടുത്തപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളിത് എടുക്കില്ല. വരുന്ന വഴിയിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കല്ലേ. ആ സമയത്ത് കൊടുത്തപ്പോ അദ്ദേഹം എന്നോട് സന്തോഷത്തോട് 3000-ന്റെ 3 പടപടാ നോട്ട് കൊടുത്തപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഈ നോട്ട് വേണ്ട. ലോകാവസാനത്തിന് അടയാളം പറയുമ്പോ പണം ഒരു മനുഷ്യന് വേണ്ടാത്ത കാലം വരുമെന്ന് സദഖ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളത്തെ കുറിച്ച് പറഞ്ഞ ഹദീസിലെ കാണാം, സയതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമൂഹത്തിനൊരു കാലം വരും അന്ന് പണം ഒരാൾക്കും വേണ്ടാടാവും. നോട്ട് കെട്ടുകളാണ് കൊടുങ്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. നോട്ട് കെട്ടുകൾ കൂട്ടിയിട്ടിട്ടാണ് ഉത്തരേന്ത്യയിൽ തീപിടിക്കപ്പെട്ടത്. അരപ്പവൻ സ്വർണ്ണത്തിന് വേണ്ടി, 1.5 ഗ്രാം സ്വർണ്ണത്തിന് വേണ്ടി 1.5 വയസ്സുകാരെ കരുത്ത് ഞെരിച്ചു കൊണ്ടവന് 1.5 കോടി കത്തിച്ചു കളയാമെങ്കിൽ എന്റെ പൊന്നുമോനെ നിന്റെ 1000-ഉം 500-ഉം ഇന്നൊരാൾക്കും വേണ്ട. ഗൾഫിലേക്ക് ഭാര്യ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുന്നു, പൈസ അയക്കണ്ട. ഇന്നേവരെ ഒരു ഗൾഫുകാരനാ വാക്കിന്നേവരെ കേൾക്കാൻ കൊതിച്ചെങ്കിലും അവൻ കേട്ടിട്ടില്ല. ഇവിടെ നിന്ന് തെരുതരാ ഗൾഫിലേക്ക് ഫോൺ കോൾ പോകുന്നു, പൈസ അയക്കല്ലേ, പൈസ വേണ്ട, പൈസ വേണ്ട, പൈസ പൈസ എന്ന് പറഞ്ഞ് കരഞ്ഞവരൊക്കെ എവിടെ പോയി? ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയപ്പോ പച്ചക്കറി കച്ചവടക്കാരന് വേണ്ട, കോഴി കച്ചവടക്കാരന് വേണ്ട, പലചരക്ക് കച്ചവടക്കാരന് വേണ്ട, വണ്ടിക്കാരന് വേണ്ട, KSRTCക്ക് വേണ്ട, റെയിൽവേയില് വേണ്ട, ബാങ്കിന് വേണ്ട, നിന്റെ ഭാര്യക്ക് വേണ്ട, നിന്റെ മക്കൾക്ക് വേണ്ട. പക്ഷേ പടച്ചിറപ്പത് നിരോധിച്ചില്ലല്ലോ. കറലനെ ഹസനാ ഈ നോട്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചതിന്റെ പുറകിലെ രാഷ്ട്രീയ കളിയുടെ ഉപജാപകശാലയില് അപസർപ്പക കഥകൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ സംരക്ഷണം എന്തെന്നറിയോ? നമ്മുടെയൊക്കെ നാട്ടിൽ 1 ലക്ഷം കൊടുത്താൽ 75,000 തരാമെന്ന് പറഞ്ഞിട്ട് ആളുകളുണ്ട്. 25,000 നിനക്ക് കുറച്ചേ തരൂ. പക്ഷെ അള്ള ചോദിക്കുകയാ, ആരാണ് പടച്ചറപ്പിന് കടം കൊടുക്കാനുള്ളത്? എനിക്ക് 1 ലക്ഷം തന്നാൽ 1 ലക്ഷം തന്നാൽ 10 ലക്ഷം തിരിച്ചു തരാം. ഈ ആകർഷകമായ വാഗ്ദാനം ഈ സാഹചര്യത്തിൽ തന്നത് അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാ. 1 ലക്ഷം തന്നാൽ 75,000 അല്ല, 10,000 തന്നാൽ 7,500 അല്ല. മന്ദല്ലദീ യുഖിരുല്ലാഹ ഖർളന ഹസനാ. ഇത് നിങ്ങൾ പടച്ചറപ്പിനെ കടം തന്നാൽ ഫയുദാഇഫഹു ലഹു അളാഫൻ കസീറാ, 10 ഇരട്ടി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാം. 10 ഇരട്ടി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാം. 1 ലക്ഷം തന്നാൽ 10 ലക്ഷം തരാം. അല്ലാഹുവേ, അത് പറഞ്ഞ ഒരേ ഒരു ബാങ്കാരുടെ ബാങ്കാണ്. ആ ബാങ്ക് പടച്ചറപ്പിന്റെ ബാങ്കാണ്. ആ ബാങ്കിന്റെ ശാഖകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് മലപ്പുറത്ത് മാത്രമല്ല, അത് ഈങ്ങാപ്പുഴയിൽ മാത്രമല്ല, അത് താമരശ്ശേരിയിൽ മാത്രമല്ല. പടച്ചറപ്പിന്റെ ബാങ്കിന്റെ ഓഫീസ് എവിടെയൊക്കെ ഉണ്ടെന്നറിയോ? വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമികളിലും മുഴുവനുമുള്ള ബ്രാഞ്ചുകളുള്ള പടച്ചറപ്പിന്റെ നിക്ഷേപ സ്ഥലത്തേക്ക് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഇരട്ടി തരാമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യം അവർ ഭക്ഷണത്തിൽ പിടിമുറുക്കി, അപ്പോൾ നമ്മൾ ആരും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ ആദർശത്തിൽ തൊട്ടു, അപ്പോഴും നമ്മൾ മൗനികളായി. അത് കഴിഞ്ഞപ്പോൾ അവർ പണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മളെല്ലാം വാചാലരായി. അല്ലേ?
അങ്ങനെയല്ലേ? ആദ്യം അവർ ഭക്ഷണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മൾ മൗനികളായി. അത് കഴിഞ്ഞപ്പോൾ അടുത്തതവർ ആദർശത്തിൽ തൊട്ടു, ഏക സിവിൽ കോഡ്, അപ്പോൾ നമ്മൾ മൗനികളായി. അത് കഴിഞ്ഞപ്പോൾ അവർ നോട്ടിൽ തൊട്ടു, പണത്തിൽ തൊട്ടു, അപ്പോൾ നമ്മളെല്ലാം വാചാലരായി. അടുത്തതവർ കരുത്തിൽ പിടിമുറുക്കുന്നതിന് മുമ്പ് ശബ്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണത്തിന് ശേഷം നിശബ്ദരായി കുഴിമാടത്തിലേക്ക് പോവാനായിരിക്കും നമ്മുടെ വിധി എന്ന് ഈ ഒരു അവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരേകാധിപതി പോലും ചെയ്യാൻ മടിക്കുന്ന പരിഷ്കാരങ്ങൾ ഒരു രാത്രി കൊണ്ട് ലോകത്തോട് പറയുമ്പോൾ ഇവർ ഒന്നിനും മടിക്കാത്തവരാണ് എന്ന് ഇത് നമുക്ക് തെളിയിച്ചു തരുമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനപ്പുറത്തേക്കൊരു വിശദീകരണം ആവശ്യമില്ല. നാളെ ഒരു രാത്രിയിൽ ഏക സിവിൽ കോഡ് നിലവിൽ വന്നു എന്ന് 12 മണിക്ക് പറഞ്ഞാൽ, ഏക സിവിൽ കോഡ് സമസ്ത പോർമുഖത്തിറങ്ങിയത് വെറുതെയല്ല. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ഭരണാധികാരിക്കും ചുറ്റുവട്ടത്തുള്ള ഉപജാപക വൃന്ദത്തിനും നാളെ ഒരു പാതിരാത്രി 12 മണിക്ക് മറ്റന്നാൾ മുതൽ ഏക സിവിൽ കോഡ് നിലവിൽ വന്നു എന്ന് പറയാൻ കഴിഞ്ഞാൽ അന്ന് നമുക്ക് ക്യൂ നിൽക്കാൻ HMകളുടെ വരികൾ മതിയാവുകയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ നോട്ട് പരിചയിച്ചപ്പോ നമുക്ക് പിന്നെ ഇതില്ലാതെ ഒന്നും നടക്കില്ല. ഏതായാലും ഒരു കാര്യം, ഞാനിതിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ചെയ്ത ശുദ്ധ എന്തെന്ന് അതിനൊരു പറയാൻ മലയാളത്തിൽ തന്നെ വേറെ വാക്കുകളില്ല, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത്രയും നാൾ പറഞ്ഞത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ അവരുടെ തട്ടിന്റെ പുറകിലും കട്ടിലിന്റെ അടിയിലും അടുക്കളയുടെ ഉള്ളിലും കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു. ഏതായാലും ഇനി ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുടെ കണക്കെടുക്കട്ടെ. ആരുടെ കയ്യിലാണ് കള്ളപ്പണമുള്ളത്? അംബാനിയുടെ കയ്യിലാണോ അദാനിയുടെ കയ്യിലാണോ? അതല്ല, മലപ്പുറത്തെ കാക്കായുടെ വീടിന്റെ കട്ടിലിന്റെ അടിയിലായിരുന്നു എന്ന് ഇനി നിക്ഷേപിക്കുന്നവരുടെ കണക്കുകൾ പുറത്തു വരുമ്പോ ഇത്രയും നാൾ മറ്റുള്ളവരുടെ മുന്നിൽ കള്ളപ്പണം സൂക്ഷിച്ചിട്ട് അതിർത്തിക്കപ്പുറത്തുനിന്ന് വരുന്ന ഹവാലാ പണത്തിൽ ഭീകരവാദം നടത്തുന്നവർ എന്ന ഒരു മാറാപ്പ് പേര് ഇവിടുത്തെ ന്യൂനപക്ഷം തലകുനിച്ചു നടന്നിരുന്നു. ഇനി ഏതായാലും ഇതോടുകൂടി ആരുടെ കയ്യിലായിരുന്നു ഇത് ഉണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാമെന്ന ഒരു ആശ്വാസം കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഏതായാലും ആരുടെ കയ്യിലാണ് കള്ളപ്പണമുള്ളത്? എത്ര ലക്ഷം കോടിയാണ് അംബാനി വെളുപ്പിച്ചെടുത്തത്? നവംബർ ഡിസംബർ 30 1000-ന്റെയും 500 അസാധുവാകും. അതോടുകൂടി 1000-ന്റെയും 500-ന്റെയും കാലാവധി തീരും. അന്ന് ജിയോയുടെ കാലാവധിയും തീരും. ഡിസംബർ 30-ന് 1000-ന്റെയും 500-ന്റെയും കാലാവധി തീരും. അന്ന് ഡിസംബർ 30-ന് അംബാനിയുടെ ജിയോയുടെ കാലാവധിയും തീരും. ഇത് കേവലം ഒരു ആകസ്മികതയാണോ? ഇത് കേവലം ഒരു യാദൃച്ഛികതയാണോ? ഇതിനേക്കാൾ മുമ്പ് 100-ന്റെയും 500-ന്റെയും നോട്ട് തന്റെ ക്യാബിനറ്റ് മന്ത്രിസഭാംഗങ്ങളെ മുഴുവനും 6 മണിക്കൂർ റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് താനും പ്രധാനമന്ത്രിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും മാത്രമറിഞ്ഞ ലോകത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് പാതിരാത്രി 12 മണിക്ക് പ്രഖ്യാപിച്ച പ്രഖ്യാപനം തന്റെ മന്ത്രിമാരെ പോലെ സഹമന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ 6 മണിക്കൂർ അവരെ സ്ഥിരീകരിച്ച റൂമിൽ പൂട്ടിയിട്ടിട്ട് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും മാത്രം അറിഞ്ഞു നടത്തിയ പ്രഖ്യാപനം എന്ന് പറഞ്ഞ പ്രഖ്യാപനം 6 മാസം മുമ്പ് എങ്ങനെയാണ് ഗുജറാത്തിലെ പത്രത്തിൽ വാർത്തയായത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഈ ഡെസ്കുകളിൽ ഇരുന്നിട്ട് കണക്കുകൾ വീഴ്ത്തുന്ന സാമ്പത്തിക സംഖ്യ വിദഗ്ധന്മാർക്ക് കഴിയുന്നില്ല എന്നത് ഇതിന്റെയൊക്കെ പുറകിലെ പിന്നാമ്പുറങ്ങളുടെ കഥയാണ്. ഇവിടെ വലയുന്നത് ATM-ന്റെ മുമ്പിൽ കോടിപതികളില്ല, ATM-ന്റെ മുമ്പിൽ ലക്ഷാധിപതികളില്ല. രാവിലെ വൈകിട്ട് വരുന്ന തന്റെ അച്ഛന്റെ കയ്യിലെടുക്കുന്ന പച്ചരിയുടെ വിശപ്പ് നോക്കിയിട്ട് വിശന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന മക്കൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അച്ഛൻ ബാങ്കിന് മുമ്പിൽ ക്യൂ നിന്ന് തളർന്നു വീണു എന്ന് പറയാൻ മാത്രത്തിൽ മറന്നു പോകുമ്പോ അവിടെ ക്യൂ നിൽക്കുന്നവരിൽ അംബാനിയും അദാനിയും ഇല്ല എന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവണന്മാർ നമ്മുടെ മേൽ ആധിപത്യം നടത്തും എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. എന്റെ സമയം ഇന്നും കുറവാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് പറയുന്നു നോക്കി നടക്കാൻ ആളുകൾ എല്ലാരും എന്റെ പുറകെയാണ്. ഞാൻ എന്ത് പറയുന്നു എന്നാണ് ആരെങ്കിലും ഉണ്ട് റെക്കോർഡ് ചെയ്ത് അയച്ചുകൊടു. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നേരിട്ട് കാണുമ്പോൾ കയ്യിൽ തൊട്ടുള്ള സൗഹൃദമാകാം, പക്ഷേ നേരിട്ട് കാണുമ്പോൾ കാലിൽ കമഴ്ന്നു കിടക്കുന്ന വിധേയത്വം നമുക്ക് അന്യമാണ്. ആ വിധേയത്വം പാടില്ല. മുമ്പിൽ കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ മുമ്പിൽ കാണുന്നവന്റെ കാലിൽ കമഴ്ന്നു വിടുന്ന വിനീത വിധേയന്റെ വിഡ്ഢിവേഷം കെട്ടുന്ന വിധേയത്വം
അത് ആപൽക്കരമാണ്. ആ വിധേയത്വം നമുക്ക് അന്യവുമാണ്, പ്രത്യേകിച്ച് ആദർശത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെ നാം എതിർക്കുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹലിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ സാധു സംരക്ഷണ സമിതിയുടെ പ്രസംഗത്തിന് വിളിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് കരുനാഗപ്പള്ളിയിൽ ഞാനൊരു പ്രസംഗത്തിൽ പങ്കെടുത്തു. 4 മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്തു. 5ാമതൊരു ഹിന്ദു പെൺകുട്ടിയാണ് ആ ചെറുപ്പക്കാർ വിവാഹം ചെയ്തു കൊടുത്തത്. 4 മുസ്ലിം പെൺകുട്ടികളുടെ നിക്കാഹ് നടക്കേണ്ടതുപോലെ നടന്നു. അതേ വേദിയിൽ ആ ഹിന്ദു പെൺകുട്ടിയുടെ വിവാഹം അവളുടെ മതാചാരപ്രകാരം അതേ വേദിയിൽ നടന്നു. ഇതാണ് ഞങ്ങളുടെ കയ്യിൽ തട്ടിയുള്ള സൗഹൃദം. പക്ഷേ ആ ഹൈന്ദവ പെൺകുട്ടി വിവാഹം കഴിച്ചതുപോലെ ഞങ്ങളുടെ 4 മുസ്ലിം പെൺകുട്ടികളും കൂടി വിവാഹം കഴിക്കാൻ അതേ ആചാരം മതി എന്ന് പറഞ്ഞാൽ കാലിൽ കമഴ്ന്നു കിടക്കുന്ന ആ വിധേയത്വത്തിന് നമ്മൾ തയ്യാറല്ല. പക്ഷേ ഞങ്ങളുടെ വിവാഹത്തിന്റെ സദസ്സിൽ ഞങ്ങൾ തന്നെ തൊപ്പിയും താടിയും വെച്ച ഹൈന്ദവ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കും. അത് ഞങ്ങളുടെ സൗഹൃദമാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ വാക്കവിയെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ച അച്ഛൻ പറഞ്ഞ ആ സൗഹൃദം, ഞാൻ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് ഞാൻ വില കൊടുക്കുന്നു. അത് ഒരു ആത്മാവിന്റെ സൗഹൃദമാണ്. മനുഷ്യ ലോകം മുഴുവനും നിന്റെ കൈവെള്ളയിൽ നേടി, ബട്ട് ലോസസ് ഹിസ് സോൾ, നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ. മത്തായി സുവിശേഷം, ദ ഗോസ്പൽ അക്കോർഡ് ഓഫ് മത്തായി സുവിശേഷം 24-ാം വാക്യം, മനുഷ്യ ലോകം മുഴുവനും നിന്റെ കൈവെള്ളയിൽ കിട്ടിയിട്ടും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് അതുകൊണ്ട് എന്ത് കാര്യം? ബട്ട് ലോസസ് ഹിസ് സോൾ. ആത്മാവ് നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന് ലോകത്ത് അവൻ ഏത് മതവിശ്വാസിയായിട്ട് എന്ത് കാര്യം എന്ന് മത്തായി സുവിശേഷം അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങാപ്പുഴയിലെ അച്ഛൻ എന്നെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ആ ആത്മാവിന്റെ സൗന്ദര്യത്തിന് നന്ദി. അള്ളാഹു നമ്മുടെ സൗഹൃദങ്ങളെ നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ആ സൗഹൃദങ്ങളെ നിലനിർത്തി തരട്ടെ. കൂടുതൽ ആമുഖങ്ങൾ ഞാൻ രാമന്റെ കഥ പറഞ്ഞതുപോലെ, രാമനോട് ഒരിക്കൽ രാവണൻ ചോദിച്ചു, രാമ, എന്റെക്കാൾ വലിയ രാജ്യമാണ് നിന്റേത്, എന്നിട്ടും നിന്റെ മുമ്പിൽ ഞാൻ തോറ്റു. നിന്റെക്കാൾ വലിയ പട്ടാളമാണ് എന്റേത്, എന്നിട്ടും രാമ നിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു. നിന്റേതിനേക്കാൾ വലിയ ആയുധമാണ് എന്റേത്, എന്നിട്ടും ആയുധബലം കൂടുതൽ എനിക്കായിട്ടും രാമ നിന്റെ മുമ്പിൽ രാവണനായ ഞാൻ പരിചയപ്പെട്ടല്ലോ. രാമ, നിനക്കൊരു തലയുള്ളൂ, ഒരു തലയുള്ള നിന്റെ മുമ്പിൽ 10 തലയുടെ ബുദ്ധി എനിക്കുണ്ടായിട്ടും ഞാൻ നിന്റെ മുമ്പിൽ തോറ്റുപോയല്ലോ രാമ. ആ സമയത്ത് രാമൻ രാവണനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. രാമൻ പറഞ്ഞു രാവണനോട്, രാവണ, നിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, പക്ഷേ ലക്ഷ്മണനെ പോലെ ഒരു അനുജൻ നിനക്കില്ലാത്തതാണ്, ഒരു സഹോദരനില്ലാത്തതാണ് രാവണ നിന്റെ പരാജയ കാരണമെന്ന് പറഞ്ഞു രാമൻ. ലക്ഷ്മണനെ പോലെ ആപത്ഘട്ടത്തിൽ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്മണനെ പോലുള്ള ഒരു സഹോദരൻ നിനക്കില്ലാതെ പോയതാണ് രാവണ നിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് രാമൻ രാവണനോട് പറഞ്ഞു പത്രേ. അതുകൊണ്ട് ലക്ഷ്മണനെ പോലെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോ ഏക സിവിൽ കോഡ് ആകെ ലക്ഷ്യം വഹിക്കുന്ന ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും മാത്രമാണ്. അതുകൊണ്ട് ഫാദറിനോട് ലക്ഷ്മണനെ പോലെ, രാമന്റെ മറുഭാഗത്തുനിന്ന് ലക്ഷ്മണനെ പോലെ ഒന്നിച്ചു പോരാടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ രാവണന്മാർ നമ്മുടെ മേൽ ആധിപത്യം പുലരുന്ന ഒരു കാലത്ത് നമുക്ക് പിന്നീട് ആ ആധിപത്യത്തിന്റെ കീഴിൽ നിൽക്കാനേ കഴിയൂ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാക്ക് കേൾക്കുന്നുവെങ്കിൽ ഞാൻ ഒരു വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്ത് പറയേണ്ടത് അവിടെ വെച്ച് പറയണമല്ലോ, ഇല്ലെങ്കിൽ പിന്നീട് മാറി എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ബാത്റൂമിൽ ഇരുന്നിട്ട് പറയേണ്ടതല്ല, ഇത് നെഞ്ചൂക്കോടെ നേരിട്ട് എന്ന് പറയേണ്ടത്, ഇത് ആൺകുട്ടികൾ പറയേണ്ടതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.